എന്നാ ഷെയർ ചെയ്ത് ബാക്കിയും കൂടിയാണ് കണ്ടോളി. ഇത് മുക്കാണെന്ന് ഇവിടുത്തെ തൃക്കുടമണ്ണ ശിവക്ഷേത്രാന്ന് ചെരുപ്പയച്ച് വെച്ചാല് എനിക്ക് മാത്രല്ല ഏത് മനുഷ്യനും ഏത് മതക്കാരനാണെങ്കിലും ഒരു വേർതിരിവില്ലാതെ ഈ അമ്പലത്തിക്കണ് കയറാം. ഇന്റെ ഒപ്പമുള്ളതാണ് സുഖേട്ടൻ. ഒരു ഇലക്കും മുള്ളിനും കേടില്ലാതെ ഈ അമ്പലത്തിനും ഈ നാട്ടിലെ നാനാജാതി മതസ്ഥരെയും തോളോട് തോള് ചേർത്ത് പിടിച്ച് കൊണ്ടടക്കണേ ഈ അമ്പലത്തിന്റെ ഭാരവായും ഉത്സവ കമ്മിറ്റിന്റെ ചെയർമാനും കൂടിയായ പ്രിയപ്പെട്ട സുഖേട്ടൻ. ആലുവ മണപ്പുറത്തെ ശിവരാത്രി മഹോത്സവം കഴിഞ്ഞാൽ പിന്നെ കേരളത്തിലെ ഏറ്റവും വലിയ ശിവരാത്രി മഹോത്സവം നടക്കല് ഇവിടെയാണ്, നമ്മളെ മുക്കത്തെ ഈ ക്ഷേത്രത്തിലാ. അത് ഉത്സവ കമ്മിറ്റിയിൽ ആരൊക്കെ ഉള്ളത്? സുഖേട്ടുണ്ട്, നാസർ മാഷുണ്ട്, അനിലേട്ടുണ്ട്. ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളൊക്കെ കമ്മിറ്റിയിലും കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനും ഭക്ഷണം വിളമ്പാനും ആൾക്കാരെ നിയന്ത്രിച്ചാനും ഒക്കത്തിന് നിൽക്കണേ. മതത്തെക്കാളേറെ മനുഷ്യത്വത്തിനാണ് പ്രാധാന്യം എന്ന് തെളിയിക്കണേ കാലങ്ങളായി മുക്കത്ത് നടത്തണേ ശിവരാത്രി മഹോത്സവവും ഈ അമ്പല കമ്മിറ്റിയും ഈ ഉത്സവ കമ്മിറ്റിയും ഒക്കെ ഒരു മാതൃകയാണ് കേട്ടോ. ഇവിടെ ഒരു ഫെസ്റ്റ് ഇങ്ങനെ നടക്കണ നിങ്ങൾ കാണുന്നില്ലേ? എന്നാ ഈ ഫെസ്റ്റിന് സ്ഥലം വിട്ടുകൊടുത്തത് ആരാന്നറിയോ? ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ യത്തീങ്കാനകളിലൊന്നായ മുക്കം യത്തീങ്കാനന്റെ കമ്മിറ്റിനോട് ചെന്ന് ചോദിച്ചു, ഞങ്ങൾക്ക് ഇവിടെ ഫെസ്റ്റ് നടത്താൻ നിങ്ങളെ സ്ഥലം ഒന്ന് വിട്ടുതരണം. അല്ല, യത്തീങ്കാന പറഞ്ഞ എന്താണെന്നറിയോ? സ്ഥലങ്ങൾ എടുത്തോളി, വാടക ഒന്നും തരരുത് കേട്ടോ, അത് ഞങ്ങൾ വാങ്ങൂല്ല. അപ്പൊ യത്തീങ്കാനന്റെ കമ്മിറ്റിയോട് അമ്പല കമ്മിറ്റി പറഞ്ഞു, അത് ഞങ്ങൾ തരും, ഞങ്ങൾ തരാതെക്കൂലാന്ന്. പക്ഷെ ആ ഒരു വാക്ക്, അതിനാണ് ഇവിടെ പവർ, അതിനാണ് ഇവിടെ വില. തിന്നാനുള്ള ഭക്ഷണം വിളമ്പാനുള്ള പാത്രം കൊടുക്കണതാരാ? മുസ്ലിമായ അൽ റൈഹാൻ ഹോസ്പിറ്റലിന്റെ സലാഹുദ്ദീൻ സാറ്. ആ ഒരു ഡോക്ടറെ ഉദ്ഘാടനം ചെയ്യുന്നതും മുസ്ലിമും ഹിന്ദുവും ക്രിസ്ത്യാനിയും എല്ലാരും കൂടി ഒപ്പം. എന്താ ഇത് ഇങ്ങനെയെന്ന് ചോദിച്ചാല് സുഖേട്ടൻ പറയുന്നത് ഇവിടെ ഇങ്ങനെയാണ്, ഞങ്ങളെ മുക്കം ഇങ്ങനെയാണ് എന്നാ. ഇങ്ങനെ തന്നെയാണ് വേണ്ടിയത് കേട്ടോ, എന്നും ഇങ്ങനെ തന്നെ നിലനിർത്തി തരട്ടെ. ഈ കാണുന്നതാണ് ഇരവഴിഞ്ഞിപ്പോയ, അതായത് നമ്മളെ കാഞ്ചനമാരി മൊയ്തീന്റെ ഒക്കെ പ്രണയത്തിൽ നിങ്ങളും എല്ലാവരും കണ്ട ഇരവഴിഞ്ഞിപ്പോയ. മഴക്കാലം ഉണ്ടായാല് ഈ അമ്പലത്തിനെ മൂടുന്ന കുളത്തിൽ വെള്ളം പൊന്തും. പ്രളയത്തിൽ തകർന്നു പോയ പാലം വരെ പെട്ടെന്ന് ഉണ്ടാക്കി തരാന്ന് MLA വരെ പറഞ്ഞ് ഒപ്പത്തിനൊപ്പം നിന്ന്. നടൻ മമ്മൂട്ടി വന്നാലും മോഹൻലാൽ വന്നാലും നിവിൻ പോളി വന്നാലും ചെരുപ്പയച്ചാല് ഈ പടികൾ കയറി ഇങ്ങോട്ട് പോരാ. ഒരു മനുഷ്യനും നിങ്ങളെ തടിയില്ല. എന്തിനാ കയറിയെന്ന് ചോദിച്ചൂല. അത് അങ്ങനെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ. ഈ ഉത്സവ കമ്മിറ്റിയും ഈ അമ്പലത്തിന്റെ എന്ത് പരിപാടി നടക്കുന്നുണ്ടെങ്കിലും പേരിൽ മാത്രമാണ് അമ്പലത്തിന്റെ പരിപാടി ആയിട്ടുള്ളൂ. പക്ഷേ ബാക്കിയുള്ളതൊക്കെ മുക്കത്തിന്റെ ഒരു പരിപാടിയായിട്ട് തുടക്കം മുതൽ ഒടുക്കം വരെ മുക്കത്തുള്ള നാനാജാതി മതസ്ഥരും വിജയിപ്പിച്ച ചരിത്രം മാത്രമേ ഉള്ളൂ. ഇക്കൊല്ലം തൊട്ട് ഇതിനൊരു ഫെസ്റ്റും ഉണ്ട് കേട്ടോ. ഇത് ഉസാറാക്കാൻ ഇത് കണ്ടുകൊണ്ടിരിക്കണ നിങ്ങളൊക്കെ വരണം. സുഖേട്ടനും നാസർക്കിയും ഇങ്ങനെ പല പേരുള്ള പല മതത്തിൽപ്പെട്ട ആൾക്കാർ ഇവരെല്ലാരും കൂടി ഒന്നിച്ചു ചേർന്ന് നിയന്ത്രിക്കണേ ഒരു നാടിന്റെ മതേതരത്തെ മുറുക്കി പൊടിച്ചനെ ഈ തൃക്കുടമണ്ണ ശിവക്ഷേത്രത്തിന്റെ ഉത്സവത്തിற்கு ഒന്ന് വന്നു നോക്കി. പാണാളി ജുനൈസ് എന്ന ഞാൻ പറയുന്നത് തള്ളാണ് പൊള്ളാണ് തോന്നുന്നുണ്ടെങ്കിൽ സുഖേട്ടനും ഞാനും പോണേ ഈ വൈമക്കൂടെ നീളത്തിൽ നീട്ടിങ്ങൾ നടന്നോളി. എന്നിട്ട് ചെരുപ്പ് പുറത്ത് വെച്ച് കയറിയാണ് കണ്ട് ബോധ്യപ്പെട്ട് പോയിക്കോളി. ഇത് മലബാറാണ്, കോഴിക്കോടാണ്, മുക്കത്താണ്, അതിലേറെ നമ്മളെ കേരളത്തിലാണ്. സംശയം തീർന്നില്ലെങ്കിൽ ഒരു മുക്കത്താരനെ എവിടെന്നെങ്കിലും ഒന്ന് കാണുമ്പോൾ, അതല്ലെങ്കിൽ മുക്കത്ത് വന്നാണ്ട് ഒരു മുക്കത്താരനോട് ഒന്ന് നേരിട്ട് ചോദിച്ചു നോക്കോണ്ടി തൃക്കുടമണ്ണ ശിവക്ഷേത്രത്തെ കുറിച്ച്, ഇവിടുത്തെ ശിവരാത്രി മഹോത്സവത്തെ കുറിച്ച്. സുഖേട്ടനെ പോലുള്ളവർക്ക് ഇതിങ്ങനെ എന്നെന്നും നിലനിർത്താൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഇവിടുന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മറ്റൊരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പൊ ഇഷ്ടപ്പെട്ട ഒപ്പം കൂടി നഷ്ടം വരില്ല. ഇജാതി സുഖേട്ടന്മാരും ഇജാതി അമ്പലങ്ങളും ഇജാതി ഉത്സവ കമ്മിറ്റികളും ഒക്കെ നമ്മളെ നാട്ടിൽ നിലനിൽക്കണം. അപ്പോഴേ നമ്മളെ നാട് നാടാവുള്ളൂ. നമ്മളെ നാട്ടിൽ എല്ലാവരും ഒരുമിച്ച് കഴിയട്ടെ. അതിന് ഇഷ്ടത്തോടെ കൊടുക്കിയൊരു ഷെയർ.